കോഴിക്കോട് തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. അതേസമയം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. നിയമപരമായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമെന്നും മറ്റു കടകൾ തുറക്കുന്ന കാര്യത്തിലും റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്നലെ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധന റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട് കളക്ടർ നൽകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട. ഇപ്പം നമ്മളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തി വരികയാണ്. തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി പ്രാഥമികമായി കണ്ടെത്തിയിട്ടില്ലെന്ന് ജില്ലാ ഫയർ ഓഫീസർ അഷ്റഫ് അലി കെ.എം. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അഷ്റഫ് അലി പറഞ്ഞു. ഇപ്പോൾ ഒന്ന് നോക്കിയിരുന്നു, ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒരറ്റത്തുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് തീ ഒറിജിനേറ്റ് ചെയ്തായിട്ട് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഫോറൻസിക്കും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ഒക്കെ അത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തുന്നുണ്ട്. ദുരൂഹത എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇത് കെട്ടിടത്തിൻ്റെ ഉള്ളിലാണല്ലോ തീ പിടിച്ചിട്ടുള്ളത്. ലതീഷിന്റെ കൂടുതൽ വിവരങ്ങളുമായി ലതീഷ്, ഡോഗ് സ്ക്വാഡും KCBയും എല്ലാം പരിശോധന നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ കേട്ടിരുന്നു. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും നിയമപരമായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ വിഷയത്തെ ഗൗരവമായി കാണുമെന്ന് രാവിലെ മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചിരുന്നു. എങ്ങനെയാണ് നിലവിലെ വിവരങ്ങൾ? അനന്യ, പരിശോധന പുരോഗമിക്കുകയാണ്. പോലീസിൻ്റെയും ഫയർ സർവീസിൻ്റെയും അതേപോലെ തന്നെ ഫോറൻസിക് വിഭാഗത്തിൻ്റെയും പരിശോധന ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിൻ്റെ പരിശോധനയാണ് നടക്കുന്നത്. അത് 2 ദിവസം ഒക്കെ നീളുന്ന രീതിയിലുള്ള വലിയ വിശദമായ പരിശോധനയാണ് അവർ നടത്തുക. കാരണം അവരാണ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗമാണ് ഇതിൽ കൂടുതൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ പ്രാഥമിക പരിശോധന പൂർത്തിയായി. ആ പരിശോധനാ റിപ്പോർട്ട് നാളെ, ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ കളക്ടർക്ക് സമർപ്പിക്കും. ഈ റിപ്പോർട്ടും അതേപോലെ തന്നെ പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ കൂടി ചേർത്തായിരിക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകുക. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയുണ്ടായി. നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ജില്ലാ ഫയർ ഓഫീസറും അവരുടെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും ഉള്ളതായി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആവാം ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2 ഇടങ്ങളിലും ഒരേ സമയം തീപിടുത്തം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഒരു തരത്തിലുള്ള വീഴ്ചയും ഈ തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. 5:05 ഫയർ ഓഫീസിൽ വിവരം ലഭിക്കുന്നത്. 3 മിനിറ്റിനകം 5:08 ആദ്യ യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. 15 യൂണിറ്റ് ഫയർ സർവീസുകൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി. വലിയ യൂണിറ്റുകൾ എത്തി. ഒപ്പം ചെറുതും മറ്റു സംവിധാനങ്ങളുള്ള ഫയർ സംവിധാനങ്ങളടക്കം 30ഓളം യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ പ്രത്യേക സർവീസും ഇവിടെ ഉപയോഗിച്ചത്. ആ നിലയിൽ ഒരു 6-7 മണിക്കൂർ എടുത്തു ഈ തീ അണയ്ക്കാൻ. അതിന് പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നത്, ഈ കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം ചീറ്റാനുള്ള, വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അടച്ചു കെട്ടിയ നിലയിലായിരുന്നു പല സ്ഥലത്തും കെട്ടിടം ഉണ്ടായിരുന്നത്. അതുകൊണ്ടുള്ള പ്രയാസമാണ് അനുഭവിച്ചത്. അതേപോലെ തന്നെ ഫയർ സേഫ്റ്റി സംവിധാനങ്ങളൊന്നും തന്നെ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വിശദമായ റിപ്പോർട്ടുകൾ വിവിധ വകുപ്പുകൾ ജില്ലാ കളക്ടർക്കും അതേപോലെ കളക്ടർ അതിന് ക്രോഡീകരിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും വൈകാതെ നൽകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. 36 കടകളാണ് താഴ്നിലയിൽ കൂടി, ഏറ്റവും അടിഭാഗത്തു കൂടി തുറന്ന് പ്രവർത്തിക്കേണ്ടത്. ആ തുറന്ന് പ്രവർത്തിക്കുന്നതിനാവശ്യമായ വൈദ്യുതി സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് ബന്ധപ്പെട്ട അധികാരികൾ വരും ദിവസങ്ങളിൽ കടക്കുക. അനന്യ, ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു AK ലതീഷ്.